യുഎസിൽ ഇന്ത്യൻ വംശജർക്കെതിരെ വർദ്ധിച്ചുവരുന്ന ഭീഷണികൾക്കിടയിൽ വിദ്വേഷ പരാമർശങ്ങളുമായി അമേരിക്കൻ പത്രപ്രവർത്തകനും വലതുപക്ഷ ആക്ടിവിസ്റ്റുമായ മാറ്റ് ഫോർണി രംഗത്തെത്തിയിരിക്കുന്നു. 2026 ഇന്ത്യക്കാരെയും ഹിന്ദുക്ഷേത്രങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുമെന്നാണ് മാറ്റ് ഫോർണി മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്കയിൽ താമസിക്കുന്ന എല്ലാ ഇന്ത്യൻ വംശജരെയും നാടുകടത്തണം എന്നും ഫോർണി ആവശ്യപ്പെട്ടു. 2026 അമേരിക്കയിലെ ഇന്ത്യക്കാരോടുള്ള വിദ്വേഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുമെന്നും ഇന്ത്യൻ വംശജരായ ആളുകൾ അവരുടെ വീടുകൾ, ബിസിനസ്സുകൾ, ക്ഷേത്രങ്ങൾ എന്നിവ വ്യാപകമായ അക്രമത്തിന് വിധേയമാക്കുമെന്നും അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം കുറിച്ചിരുന്നു. എന്നാൽ ഈ പോസ്റ്റ് വലിയ രീതിയിൽ വിവാദമായതോടെ പിന്നീട് അദ്ദേഹം പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഇന്ത്യൻ അമേരിക്കൻ വംശജരുടെ ജീവൻ രക്ഷിക്കാനും രാജ്യത്ത് ഐക്യം നിലനിർത്താനും അവരെയെല്ലാം ഇന്ത്യയിലേക്ക് തിരിച്ചയക്കണമെന്ന് ഫോർണി പറഞ്ഞു. എല്ലാ ഇന്ത്യക്കാരെയും നാടുകടത്തണം. ഒരുപക്ഷെ ഈ ആക്രമണങ്ങൾ നടത്താൻ പോകുന്നത് വെള്ളക്കാരല്ല, ആഫ്രിക്കൻ അമേരിക്കക്കാരാവാം, ഹിസ്പാനിക് വംശജരാവാം, പാകിസ്ഥാൻ വംശജർ വരെ ആവാൻ സാധ്യതയുണ്ടെന്ന് ഫോർണി അവകാശപ്പെട്ടു. ഇത്തരം ഹീനമായ കുറ്റകൃത്യങ്ങൾ അടിച്ചമർത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത്, എന്നാൽ അതാണ് മാധ്യമങ്ങൾ നിലവിൽ ചെയ്തു വരുന്നതെന്നും ഫോർണി ആരോപിച്ചു. അതിനാൽ തന്നെ എല്ലാ ഇന്ത്യക്കാരെയും നാടുകടത്തുക എന്നത് ആണ് ഏക പരിഹാരം. അമേരിക്കയിലെ കുടിയേറ്റത്തെ വളരെ കാലമായി എതിർക്കുന്ന ആളാണ് ഫോർണി. കൂടാതെ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളും ഇടയ്ക്കിടെ നടത്താറുണ്ട്. ഇന്ത്യക്കാർക്കെതിരെ പ്രസ്താവനകൾ നടത്തിയതിനു മുമ്പ് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് വരെ പുറത്താക്കിയ സാഹചര്യങ്ങളുണ്ട്. മാറ്റ് ഫോർണി ഒരു അമേരിക്കൻ കോളമിസ്റ്റും എഴുത്തുകാരനും പത്രപ്രവർത്തകനുമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ഇന്ത്യക്കാർക്കെതിരെ ഫോർണി വിദ്വേഷം പ്രചരിപ്പിക്കുന്നതും അവരെ നാടുകടത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്നതും ഇത് ആദ്യമല്ല. H-1B വിസ പ്രോഗ്രാമിനെ കുറിച്ചും ഇന്ത്യൻ പ്രശ്നങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം നിയമിച്ചിരുന്ന ദി ബ്ലേസ് എന്ന അമേരിക്കൻ മാധ്യമത്തിൽ നിന്നും അടുത്തിടെ അദ്ദേഹത്തെ പുറത്താക്കുക ഉണ്ടായി. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ എറ്റ്സിയുടെ സിഒ നിയമിതയായ ഇന്ത്യൻ അമേരിക്കൻ വംശജ കൃതി പട്ടേൽ ഗോയലിനെതിരെയും ഫോർണി അടുത്തിടെ അധിക്ഷേപകരമായ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. മറ്റൊരു കഴിവുകെട്ട ഇന്ത്യക്കാരി ഒരു അമേരിക്കൻ കമ്പനി ഏറ്റെടുത്തിരിക്കുന്നു. അവരുടെ ആദ്യപടി എല്ലാ അമേരിക്കക്കാരെയും പിരിച്ചുവിട്ട് പകരം ഇന്ത്യക്കാരെ നിയമിക്കുക എന്നതായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. എല്ലാ ഇന്ത്യക്കാരെയും നാടുകടത്തുക എന്നാണ് അദ്ദേഹം പറഞ്ഞു പ്രചരിപ്പിച്ചത്. നവംബറിലെ CNN റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷം എക്സിൽ ഇന്ത്യൻ വിരുദ്ധ അഭിപ്രായങ്ങൾ വർദ്ധിച്ചതായി സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഓർഗനൈസ്ഡ് ഹേറ്റിലെ ഗവേഷകർ റിപ്പോർട്ട് ചെയ്തു. ഒക്ടോബറിൽ മാത്രം ഏകദേശം 2700 പോസ്റ്റുകൾ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ അമേരിക്കക്കാർക്കുമെതിരെ വംശീയതയും വിദേശീയ വിദ്വേഷവും പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. വർഷങ്ങളായി US ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന്റെ പുതിയ അറിയിപ്പ് ഇതിനിടയിലാണ് വന്നത്. 2026 ജനുവരിയിലെ വിസ ബുള്ളറ്റിൻ പ്രകാരം വിവിധ തൊഴിലധിഷ്ഠിത വിഭാഗങ്ങളിൽ മുൻഗണനാ തീയതികളിൽ വലിയ മുന്നേറ്റമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് EB1, EB5 വിഭാഗങ്ങളിൽ അപേക്ഷിക്കുന്ന ഇന്ത്യക്കാർക്ക് അവർക്കാണ് ഈ നീക്കം വലിയ ഗുണം ചെയ്യാൻ പോകുന്നത്. ഡിസംബറിലെ വിസ ബുള്ളറ്റിന് പിന്നാലെയാണ് ജനുവരിയിലും അനുകൂലമായ ഈ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഫൈനൽ ആക്ഷൻ ഡേറ്റ് ചാർട്ട് അല്ലെങ്കിൽ ഡേറ്റ് ഫോർ ഫയലിംഗ് ചാർട്ട് എന്നിവയിൽ ഏത് വേണമെങ്കിലും സ്ഥിരതാമസത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ ഉപയോഗിക്കാമെന്ന് USCIS വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇമിഗ്രേഷൻ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മുൻപ് അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന പലർക്കും ഇതൊരു സുപ്രധാനമായ അവസരമായാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത്. 2 ചാർട്ടുകളും ഉപയോഗിക്കാൻ അനുവാദം നൽകിയതോടെ കൂടുതൽ പ്രൊഫഷണലുകൾക്ക് അർഹത ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം അവസരങ്ങൾ വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതിനാൽ അർഹരായവർ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക് ലഭിച്ച ഈ അപൂർവ അവസരം നഷ്ടപ്പെടുത്തരുതെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഇതിനിടയിലാണ് US-ൽ ഇന്ത്യൻ വംശജർക്കെതിരെ ഭീഷണികളും വർദ്ധിച്ചു വരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.